ഇപ്പോൾ ഡുവാനും സാങ്ഷിയും കൂടെ ഒരേ വീട്ടിൽ താമസിക്കും. അങ്ങനെ സാങ്ഷിയും ഡെയിലി അവൾ താമസിക്കുന്നത് കമ്പനിയുടെ അടുത്തായതുകൊണ്ട് ഡെയിലി ഈസി ആയിട്ട് പോയി വരും. അതേസമയം ഡുവാനും അവൻ ഇത്രയും വർഷം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുതിയ ഗെയിം സക്സസ് ആയതോടെ അവരെല്ലാരും കൂടെ സെലിബ്രേറ്റ് ചെയ്യും. അതേപോലെ സാങ്ഷിയും വെക്കേഷൻ ടൈമിന് മാത്രം ജോലിക്ക് പോയതുകൊണ്ട് വീണ്ടും കോളേജ് തുറന്ന ഉടനെ അവൾ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ആകും. അങ്ങനെ ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞ് അവൾ അവിടുത്തെ എല്ലാ സ്റ്റാഫിനും ഗിഫ്റ്റ് കൊടുക്കുമ്പോഴാണ് ഇത് കണ്ട് അവിടുത്തെ ബോസും, സാങ്ഷി നീ കമ്പനിക്ക് വേണ്ടി നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്, ഇനി ഫ്യൂച്ചർ നിനക്ക് ഈ കമ്പനി ജോലി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ പഠിച്ചു കഴിഞ്ഞിട്ട് വന്നാൽ മതി, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇവിടെ തന്നെ അപ്പോയിന്റ് ചെയ്യാം എന്നിനെ ബോസും പറഞ്ഞ ഉടനെ ഇത് കേട്ട് സാങ്ഷി അവനും കൂടെ സന്തോഷപ്പെടും. അതിനുശേഷം സാങ്ഷിയും അവൾ ഇത്രയും ദിവസം കഷ്ടപ്പെടുത്തിയ ആ പെണ്ണിനും ഗിഫ്റ്റ് തന്നു കൊടുക്കും. അപ്പോഴാണ് അവളത് വാങ്ങിച്ചിട്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ സാങ്ഷിയും പറയും, എനിക്കറിയാം നിങ്ങൾ ജിയാങ്ങിന്റെ കൂട്ടുകാരിയാണെന്ന്, അതുകൊണ്ട് എനിക്ക് ഇത്രയും വർക്ക് തന്നെ, പക്ഷേ നിങ്ങൾ ചെയ്ത കാരണം എനിക്ക് ഈസി ആയിട്ട് വർക്കൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരി ജിയാങ്ങിനെ ഒരു സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണിക്കുന്നത് നല്ലത്, കാരണം അവളിപ്പോൾ മെന്റലി വീക്ക് ആയിരിക്കും എന്നിന് അവളും പറഞ്ഞിട്ട് പോകുമ്പം ഇതൊക്കെ കേട്ട് മറ്റേ പെങ്കൊച്ച് സ്മൈൽ ചെയ്യും. കാരണം സാങ്ഷി എല്ലാം അറിഞ്ഞിട്ടാണ് അവൾ പറഞ്ഞ ജോലിയൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഡുവാന്റെ സാങ്ഷിയുടെ വർക്കെല്ലാം കഴിഞ്ഞോടെ ഇവർ രണ്ടുപേരും കൂടെ പുറത്തെവിടെയൊക്കെ പോകാൻ പ്ലാൻ ചെയ്യും. അപ്പോഴാണ് സാങ്ഷിയും അവൾക്ക് ക്യാമ്പിംഗ് പോകണമെന്ന് പറയുമ്പം ഇത് കേട്ട് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും കൂടെ ക്യാമ്പിംഗ് പോകാൻ വേണ്ടി ഇറങ്ങും. പക്ഷെ അന്നത്തെ ദിവസം മൊത്തം മഴയായിരിക്കും, അതുകൊണ്ട് അവൾ അപ്സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഡുവാനെ പെട്ടെന്ന് ഒരു ഐഡിയ ചെയ്ത് ആ വീട് തന്നെ ഒരു ക്യാമ്പാക്കി മാറ്റും. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്തിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ട് സാങ്ഷി എവിടെയെന്ന് അറിയാൻ വേണ്ടി അവളുടെ വീട് ഫുള്ളും ചുറ്റി കാണിക്കാൻ പറയും. അപ്പോഴാണ് അവളും ടെൻഷനോടെ അമ്മേ ഞാൻ എന്റെ കൂട്ടുകാരിയുടെ വീട്ടില എന്നിന് അവളും കള്ളം പറഞ്ഞ് ആ വീട് ഫുള്ളും ചുറ്റി കാണിക്കുമ്പോഴാണ് ഡുവാനും പെടാതിരിക്കാൻ വേണ്ടി അവന് താഴെ കുനിഞ്ഞൊക്കെ ഇരിക്കും. അപ്പോഴാണ് ഇതൊക്കെ ചേട്ടനും കണ്ട് മനസ്സിലാക്കി അവന്റെ കൂടെ എൻജോയ് ചെയ്യല്ലേ എന്നിന് അവൻ അതെല്ലാം പുച്ഛത്തോടെ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ബാക്കിയുള്ള വെക്കേഷൻ ദിവസം സാങ്ഷിയും വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുമ്പോഴാണ് ചേട്ടനും അവളെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വരും. അതിനുശേഷം അവൾ വീട്ടിൽ ചെന്നിട്ട് അവളുടെ അമ്മയ്ക്ക് അച്ഛന് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് അവൾ റൂമിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഡുവാന് മെസ്സേജ് അയക്കുന്നത്, സാങ്ഷി നീ വീട്ടിൽ എത്തിയോ, ഞാൻ നിന്നെ കുറെ മിസ് ചെയ്യുന്നു എന്നിന് അവ അയക്കുമ്പോഴാണ് അവളും ഞാനും നിന്നെ കുറെ മിസ് ചെയ്യുന്നു എന്നിന് അവർ രണ്ടും കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ അമ്മയും കേട്ട് താഴേക്ക് വന്നിട്ട് അച്ഛനോടെല്ലാം എടുത്ത് പറയും, നമ്മുടെ സാങ്ഷി ആരാണ്ട് ഡേറ്റ് ചെയ്യാന്ന് തോന്നുന്നു എന്നിന് അമ്മ പറയുമ്പോഴാണ് അച്ഛനും എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേരും കൂടെ അവളോട് ചോദിക്കാം എന്നിന് രണ്ടുപേരും കൂടെ സാങ്ഷിയെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവളും അച്ഛനമ്മയും കൂടെ എന്തിനാന്ന് പറഞ്ഞ് ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും കൂടെ കുറെ ചോദ്യം ചോദിക്കും. സാങ്ഷി നീ ഡേറ്റ് ചെയ്യാണോ, പയ്യൻ എങ്ങനത്തെ പയ്യനാ, നിന്റെ ക്ലാസ്സിൽ പഠിച്ചാണോ അല്ലേ, നിനക്കറിയാവുന്ന ആരെങ്കിലൊക്കെയാണോ എന്നിന് അവർ രണ്ടുപേരും കൂടെ കുറെ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് അവളും ടെൻഷനായി അമ്മേ ചേട്ടൻ വന്നെന്ന് തോന്നുന്നു ഞാൻ പുറത്തേക്ക് പോവാ എന്നിന് അവള് പെട്ടെന്ന് ഓടിപ്പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഇവർ രണ്ടുപേരും കൂടെ നമ്മള് കുറെ ചോദ്യം ചെയ്ത് അവളെ പേടിപ്പിച്ചോ എന്നിന് അവർ രണ്ടും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇന്ന് രാത്രി തന്നെ ഡുവാൻ അവരുടെ നാട്ടിലേക്ക് വരാൻ പോകുന്ന അറിഞ്ഞ ഉടനെ സാങ്ഷി പെട്ടെന്ന് അവളുടെ ചേട്ടനെ കാണാൻ വേണ്ടി പോകും. ചേട്ടാ നിങ്ങൾ എന്ത് ഗെയിം കളിക്കണോ, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക എന്നാലും എനർജി വരത്തുള്ളൂ എന്നിന് അവളും കുറച്ച് കെയർ ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് അവനും ഡൗട്ട് അടിച്ചിട്ട് സാങ്ഷി നിനക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമാകാനുണ്ടോ, വെറുതെ നീ ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കത്തില്ലല്ലേ, എന്തുവാ കാര്യം, ഇന്ന് രാത്രി ഡുവാൻ നാട്ടിലേക്ക് വരുന്നുണ്ടാണോ എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും അത് തന്നെ നമുക്ക് രണ്ടുപേർക്ക് രാത്രി ഡിന്നറിന് പോയാലോ എന്നിന് അവൾ വിളിക്കുമ്പോഴാണ് അവനും അങ്ങനെ പറയണ്ട, നിനക്ക് ഡുവാനെ കാണണം, അതുകൊണ്ട് ഒരു ഡ്രൈവറായിട്ട് നീ എന്നെ വിളിക്കുന്നു അതല്ലേ, ശരി നമുക്ക് പോവാം എന്നിന് അവനും സാങ്ഷിയും വിളിച്ചോണ്ട് ഡുവാനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനും പോകുന്ന വഴിക്കാനും പറഞ്ഞോണ്ടിരിക്കും, സാങ്ഷി ഇപ്പോഴൊക്കെ നിന്റെ ചേട്ടനോട് നിന്നെ സ്നേഹമൊന്നുമില്ല, എപ്പോഴും ആ ഡുവാന്റെ പോലെ നടന്നുകൊണ്ടിരിക്കുക എന്നിന് അവന് കംപ്ലൈന്റ് പറയുമ്പോഴാണ് ഇത് കേട്ട അവളും അല്ല ചേട്ടാ എനിക്ക് ചേട്ടനോട് നല്ല സ്നേഹമുണ്ട് എന്നിന് ഇവരുടെ സംസാരിച്ചെന്റെ ഡുവാനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവന് വന്നപ്പോൾ തന്നെ സാങ്ഷിയൊക്കെ ഹഗ് ചെയ്ത് റൊമാൻസ് ചെയ്യുമ്പോൾ ഇത് കണ്ട് ചേട്ടനും അവനും സഹിക്കാൻ പറ്റാതെ കൺട്രോൾ ചെയ്തോണ്ടിരിക്കും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ അവനെ ഡ്രൈവർ ആക്കിയിട്ട് ബാക്കിൽ ചെന്നിരിക്കും. ഇത് കണ്ട് ഞാനെന്ത് ചെത്തി എടാ ഞാനെന്തോ നിങ്ങൾക്ക് ഡ്രൈവറോ ആരെങ്കിലും ഫ്രണ്ട് ഇരി എന്നിന് അവൻ പറയുമ്പോഴാണ് ഡുവാനും സോറി നീ അത് വണ്ടി എടുക്കാവോ നമുക്ക് വേണ്ടിയില്ലാരും വെയിറ്റ് ചെയ്യായിരിക്കും എന്നിന് ഇവർ മൂന്നുപേരും കൂടെ ഇവരുടെ പഴയ ക്ലാസ്മേറ്റ്സിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഡുവാനും സാങ്ഷിയും കൂടെ ഒരുമിച്ചിരുന്നുണ്ട്. അവന്മാരെല്ലാം ഷോക്കായി എടാ ഡുവാൻ നിന്റെ പുതിയ ഗേൾ ഫ്രണ്ടിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ എന്നിന് അവന്മാരൊക്കെ ചോദിക്കുമ്പോഴാണ് അവന് സാങ്ഷിയെ കാണിച്ചിട്ട് ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട് സാങ്ഷി എന്നിന് അവൻ പരിചയപ്പെടുത്തും. ഇതൊക്കെ കേട്ട് അവന്മാർ ഷോക്കായി എടാ നീ പണ്ട് അനിയത്തിയെന്ന് പറഞ്ഞോണ്ടിരുന്ന ഇപ്പൊ എങ്ങനെ ഗേൾ ഫ്രണ്ടായ എന്നിന് അവരും ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത് ആര് പറഞ്ഞ അനിയത്തിയായിട്ട് കണ്ടെന്ന്, പണ്ട് തൊട്ട് എനിക്ക് അവളോട് ക്രഷ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ സെറ്റായ എന്നിന് അവരും പറഞ്ഞിട്ട് സാങ്ഷിയും വൈൻ കുടിക്കാൻ പോകുമ്പോഴാണ് ഇത് കണ്ട് ചേട്ടനെ തടയുന്നത്. അപ്പോഴാണ് ഡുവാനും എന്റെ ഗേൾ ഫ്രണ്ട് വൈൻ കുടിച്ചാൽ നിനക്കെന്തോ എന്നിന് അവന് അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ട് ചേട്ടൻ ദേഷ്യത്തിരിക്കും. എങ്കിൽ ശരി സാങ്ഷി നീ വൈൻ കുടിക്കുന്ന കാര്യം ഞാൻ അമ്മയെ വിളിച്ചു പറയാം എന്നിന് അവന് ഫോൺ വിളിക്കുന്ന പോലെ ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് സാക്ഷിയും പേടിച്ചിരിക്കുമ്പോൾ അവനും പറയും ഡാടാ മതിയുടെ പ്രാങ്ക് ചെയ്തത് അവൾ മര്യാദയ്ക്കൊന്ന് കുടിക്കട്ട് എന്നിന് ഇവരെല്ലാവരും കൂടെ സംസാരിച്ചോണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെ ഡുവാനും സാക്ഷിയെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുന്നതൊക്കെ അമ്മയും കേൾക്കും. അതിനുശേഷം അവളെ വിളിച്ച് സംസാരിക്കും. സാക്ഷി നിനക്ക് നിന്റെ ചേട്ടന്റെ കൂട്ടുകാരൻ ഡുവാനാണ് ഇഷ്ടം എന്നിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും അമ്മേ ഇത് ഞാൻ നിങ്ങളോട് മുമ്പേ പറയായിരുന്നു എനിക്ക് പണ്ട് തൊട്ട് അവന് ഇഷ്ടം എന്നിന് അവൾ പറയുമ്പോഴാണ് ഇത് കേട്ട അമ്മയും മോളെ സാക്ഷി നിനക്ക് അവന്റെ ഫാമിലി സിറ്റുവേഷനെ കുറിച്ച് അറിയാം, അവന്റെ കുടുംബം മൊത്തത്തിൽ കടത്തിയിരിക്കുക, അങ്ങനെ ഒരു പയ്യനായിട്ട് നീ എങ്ങനെ ജീവിക്കും എന്നിന് അമ്മ വയ്ക്കുമ്പോഴാണ് അവളും അമ്മയെ അവന്റെ ഫാമിലി സിറ്റുവേഷൻ മൊത്തം എനിക്കറിയാം പോരാതെ എനിക്ക് അവൻ ഇഷ്ടം എന്നിന് അവൾ പറഞ്ഞ ഉടനെ ഇത് കേട്ട് അമ്മയെ അച്ഛനെ വിളിച്ച് അടുത്ത ദിവസം ഡുവാനെ വീട്ടിലേക്ക് ക്ഷണിക്കും. അങ്ങനെ അച്ഛന് ഡുവാന്റെ ഫാമിലി സിറ്റുവേഷനൊക്കെ എടുത്തു പറഞ്ഞ് ഇവരുടെ ചേരുന്നത് അവർക്ക് താല്പര്യമില്ലെന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവനത് മനസ്സിലായി. അവനും കുറച്ച് ലൈഫിൽ സെറ്റിൽ ആകാൻ തീരുമാനം എടുക്കും. അതേസമയം അച്ഛനമ്മയും കൂടെ
ഡുവാനെ വിളിച്ച കാര്യം അവൾ അറിഞ്ഞ് അവളും ദേഷ്യത്തിൽ സംസാരിക്കും. അമ്മേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡുവാൻ ഇപ്പൊ അത്ര കടമൊന്നുമില്ല, അതേപോലെ എനിക്ക് അവനെ പണ്ട് തൊട്ടേ ഇഷ്ടം. ഏതിന് അവൾ പറയുമ്പോഴാണ് അവരും സാക്ഷി അതല്ല മോളെ, അവന്റെ കുടുംബം പണ്ട് തൊട്ടേ കടത്തിലായിരുന്നു. ഏതിന് അവര് പറയുമ്പോഴാണ് അവൾ വീണ്ടും ദേഷ്യത്തി അത് അവന്റെ തെറ്റല്ലല്ലോ, അവൻ കാരണമല്ലല്ലോ കടം വന്ന്. പോരാതെ ഞാനിപ്പോ മെച്യൂറായി, എന്റെ ലൈഫിലെ തീരുമാനം എനിക്കിപ്പോ എടുക്കാൻ സാധിക്കും. ഏതിന് അവൾ ഉറച്ചു പറഞ്ഞിട്ട് അവളും തിരിച്ച് കോളേജിലേക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പനാണ് ഇത് കണ്ട് അച്ഛനെ സമ്മാനത്തി അവളെ എയർപോർട്ടിൽ കൊണ്ടാക്കാന്ന് പറയും. അതിനുശേഷം സാക്ഷി വീണ്ടും കോളേജിലേക്ക് പോകുമ്പോഴാണ് ഡുവാനും തിരിച്ച് കമ്പനിയിലേക്ക് വരും. അതിനുശേഷം അവനും ആ ജോലിയിൽ നിന്ന് റിസൈൻ ആയി സ്വന്തമായിട്ട് സാക്ഷിയുടെ നാട്ടിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അങ്ങനെ ഈ കാര്യമൊക്കെ അവൻ സാക്ഷിയോടൊന്ന് എടുത്ത് പറയുമ്പോഴാണ് അവള് ഷോക്കായി. ഡുവാൻ, എന്റെ അച്ഛനമ്മയും നിന്നോടെല്ലാം പറഞ്ഞുകൊണ്ടാണോ നീ ഇപ്പം ജോലിയിൽ നിന്ന് റിസൈൻ ആണ്? ഏതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും സാക്ഷി അതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ എനിക്ക് ലൈഫിൽ സെറ്റിൽ ആവണ്ടേ, അതുകൊണ്ടാ ഞാൻ സ്വന്തമായിട്ട് നിന്റെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്ത്. ഏതിന് അവനും പറഞ്ഞവിടെ അവളും എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ ഇന്ന് കാണത്തില്ല. ഏതിന് അവൾ ഇമോഷണലോടെ അവനും പറയും സാക്ഷി ഞാൻ അവിടെ പോയാലും എപ്പോഴും നിന്നെ വീഡിയോ കോൾ ചെയ്യും, പോയാൽ ഞാൻ പോകുന്നത് നിന്റെ നാട്ടിലേക്കല്ല, നീയും പഠിച്ചു കഴിഞ്ഞിട്ട് അവിടേക്കല്ല വരാൻ പോകുന്നത്. എന്നിനെ ബാക്കിയുള്ള ദിവസമൊക്കെ ഇവരുടെ ഡേറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് സാക്ഷിയും അവനെ മിസ് ചെയ്യുന്ന ആലോചിച്ച് അവളും വിഷമിച്ച് അവനെ ചെന്ന് ഹഗ് ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും സാക്ഷിയും അവളുടെ കോളേജ് ലൈഫിൽ ബിസി ആയിരിക്കും. അതേസമയം ഡുവാനും അവൻ ആഗ്രഹിച്ച പോലെ സാക്ഷിയുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അതിനുശേഷം ഈ കാര്യം അവനും സാക്ഷിയുടെ അച്ഛനമ്മയായിട്ട് സംസാരിക്കാൻ വേണ്ടി ആദ്യം ചേട്ടനും അവന്റെ കൂട്ടുകാരായിട്ട് പോയി സംസാരിക്കും. എടാ ഞാൻ നിന്റെ പാരന്റ്സ് എന്നാ ഫ്രീ എന്ന് പറ, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം. എന്നിന് അവൻ പറയുമ്പോഴാണ് ചേട്ടനും ഓ സാക്ഷിയുടെ കാര്യമായിട്ടാണോ, എങ്കിൽ പിന്നെ നീ നാളെ തന്നെ വാ, എന്റെ പാരന്റ്സ് നാളെ ഫ്രീയാ. ഏതിനെ ഡുവാൻ അടുത്ത ദിവസം ഷാർപ്പ് 9 മണിക്ക് തന്നെ സാക്ഷിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് ഇത് കണ്ട് ഞാനും പുറത്തേക്ക് വന്നിട്ട് എടാ നീ നേരത്തെ തന്നെ വന്നല്ല, അത്രയ്ക്ക് പഞ്ച്വാലിറ്റിയോ. ഏതിന് അവനെ അകത്തേക്ക് വിളിച്ചോണ്ട് പോയി സംസാരിക്കും. അപ്പോഴാണ് ഡുവാനും അങ്കളെ നിങ്ങൾ പറഞ്ഞേക്കെ ഞാൻ ആലോചിച്ച് നോക്കി, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ലൈഫിൽ സെറ്റിൽ ആകുന്നത് സാക്ഷിക്ക് മാത്രമല്ല എനിക്ക് ഇമ്പോർട്ടന്റ്, അതിനുവേണ്ടി ഞാൻ സ്വന്തമായിട്ട് ഇവിടെ കമ്പനി തുടങ്ങുന്നു. ഏതിന് അവനും ലൈഫിൽ സെറ്റിലായവർ വന്ന് സാക്ഷിയുടെ അച്ഛനമ്മയും തെളിയിക്കുമ്പോഴാണ് ഇത് കണ്ട് അവർക്കും ചെറുതായിട്ട് മനസ്സ് മാറി ചെറുതായിട്ട് അവന് ഗ്രീൻ സിഗ്നൽ കൊടുക്കും. അതോടെ അവനത് മനസ്സിലായി സന്തോഷപ്പെടും. അങ്ങനെ എപ്പോഴത്തെ പോലെ സാക്ഷി അന്ന് രാത്രി അവന് വീഡിയോ കോൾ ചെയ്യുമ്പോഴാണ് അവന് സാക്ഷിയുടെ അച്ഛനമ്മയും കൂടെ സമ്മതം എന്ന് അറിഞ്ഞ ഉടനെ അവനെ സന്തോഷിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവനെ കണ്ടവളും ഡുവാൻ നിനക്കെന്ത് പറ്റി, ഇന്നൊത്തിരി സന്തോഷത്തിലാണല്ലോ. ഇതിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനൊന്നും പറയാതെ സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും നാളെ അവൾക്കൊരു അവാർഡ് കിട്ടാൻ പോവെന്ന് പറയുമ്പം അവനത് കേട്ടിട്ട് ഓ സാക്ഷി നാളെ ഞാൻ കുറച്ച് ബിസി ആണല്ലോ, എനിക്ക് നീ അവാർഡ് വാങ്ങിക്കുന്ന കാണാൻ പറ്റത്തില്ല. ഇതിന് അവൻ പറയുമ്പോഴാണ് അവളും എനിക്ക് മനസ്സിലാന്ന്, എങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതിന് അവളും ഫോം വെച്ചിട്ട് അടുത്ത ദിവസം അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി കോളേജിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഡുവാന് മെസ്സേജ് അയക്കുന്നത് സാക്ഷി നിന്റെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ. ഇതിന് അവന് മെസ്സേജ് അയക്കുമ്പോൾ അവളത് കണ്ടിട്ട് റിപ്ലൈ ചെയ്തിരിക്കും. അപ്പോഴാണ് അവന് ബാക്കിൽ കൂടെ വന്നിട്ട് നീ എന്തിനാ എന്റെ മെസ്സേജിന് റിപ്ലൈ അയക്കാത്ത? എന്നിന് അവനെ കണ്ടതോടെ അവളിങ്ങനെ ഷോക്കാകും. ഡുവാൻ നീ എങ്ങനെ ഇവിടെ വന്ന്? എന്നിന് അവൾ ചോദിക്കുമ്പോഴാണ് അവനും എന്തോ ഞാൻ ഇവിടെ വന്നൂടെ, നീ തന്ന ബുക്കിനകത്തുണ്ടായിരുന്നു ഇത് കണക്ക് ഗേൾ ഫ്രണ്ടിനെ സർപ്രൈസ് ചെയ്യണമെന്ന്, അതാ ഞാൻ അതനുസരിച്ച്. എന്നിന് അവൻ പറഞ്ഞോടെ ഇത് കേട്ട് അവൾ സന്തോഷത്തി ഓ നീ ഇപ്പോഴാ ബുക്ക് വായിക്കാറുണ്ടോ? എന്നിന് അവർ രണ്ട് റൊമാൻസ് ചെയ്യുമ്പോഴാണ് സാക്ഷിയുടെ കൂട്ടുകാരിയും ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ അവൾക്ക് മെസ്സേജ് അയക്കും സാക്ഷി നിങ്ങൾ ബാക്കിൽ ചെന്ന് റൊമാൻസ് ചെയ്യാവോ? എന്നിന് ആ മെസ്സേജ് ഉണ്ട് അവളും ചിരിച്ചിട്ട് ഇവർ രണ്ടിനും ബാക്കിലേക്ക് ചെന്നിരിക്കും. അപ്പോഴാണ് ഡുവാനും പെട്ടെന്ന് അവൾ കിസ് ചെയ്തിട്ട് സാക്ഷി നിനക്ക് എന്റെ അടുത്ത് കിസ് ആണെങ്കിൽ അത് ചോദിച്ചാൽ പോരെ, എന്തിനാ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത്? എന്നിന് അവനും പറഞ്ഞോടെ അവളും എന്തോ ഞാൻ ചോദിച്ച. എന്നിന് അവർ രണ്ടും കൂടെ റൊമാൻസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അടുത്ത സാക്ഷിക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി അവിടെ ഡുവാന് സ്പീച്ച് കൊടുക്കാൻ വേണ്ടി വിളിക്കും. കാരണം അവൻ ഇതിനു മുമ്പ് ജോലി ചെയ്ത കമ്പനിയിൽ നിന്നാണ് സാക്ഷിക്ക് അവാർഡ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവൻ അവിടെ സ്പീച്ച് കൊടുക്കുമ്പോൾ സാക്ഷി ഇവിടെ നിന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കും. പക്ഷെ ഫ്രണ്ട് ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്, അവൾക്ക് അവനെ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇത് കണ്ട് ഡുവാനും മൈക്ക് എടുത്തോണ്ട് സൈഡിൽ നിന്നിട്ട് സോറി ഫോർ ഡിസ്റ്റർബൻസ്, എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ വീഡിയോ എടുത്തോണ്ടിരിക്കുക, പക്ഷെ നിങ്ങളൊക്കെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് അവൾക്ക് അത് ഡിസ്റ്റർബൻസ് ആയി. എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ ശബ്ദം ഉണ്ടാക്കും. അതിനുശേഷം സാക്ഷിയുടെ ഗ്രാജുവേഷൻ ഡേ ആയി ഡുവാൻ അവരെല്ലാം ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് സാക്ഷി അവളുടെ കൂട്ടുകാരുമാരായിട്ട് ബീച്ചിൽ ചെന്ന് എൻജോയ് ചെയ്തോണ്ടിരിക്കും. എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചിറങ്ങിയ, ഇനി എന്തായാലും ഓരോ ഫംഗ്ഷനിൽ നമ്മൾ വെച്ച് മീറ്റ് ചെയ്യണം. എന്നിട്ട് അവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഡുവാൻ ആ സമയം നോക്കി സാക്ഷിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ആ സ്ഥലം ഫുൾ അറേഞ്ച് ചെയ്യും. അപ്പോഴാണ് അവസാനം ഇത് കണ്ട് സാക്ഷി ഷോക്കായിരിക്കുമ്പം അതേ സ്ഥലത്തേക്ക് സാക്ഷിയുടെ പേരൻസും ചേട്ടനും കൂടെ എത്തും. അപ്പോഴാണ് ഡുവാനും റിംഗ് എടുത്ത് അവൾ പ്രപ്പോസ് ചെയ്യുന്നത്. സാക്ഷി ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു, പക്ഷെ എന്റെ ലൈഫ് എപ്പോഴാണ് നീ വന്ന് അപ്പോൾ തൊട്ട് എന്റെ ലൈഫ് മൊത്തത്തിൽ മാറി, എന്റെ ലൈഫ് സന്തോഷമാക്കിയതിന് താങ്ക്സ്, എന്നെ കെയർ ചെയ്യുന്നതിന് താങ്ക്സ്. എന്നിട്ട് അവന് റിംഗ് കൊടുത്ത് അവളെ പ്രപ്പോസ് ചെയ്യുമ്പം ഇതൊക്കെ കണ്ട് അവെല്ലാം സന്തോഷപ്പെട്ടിരിക്കും. അതിനുശേഷം അവന് റിംഗ് ഒക്കെ ഇട്ടെടുത്ത് സാക്ഷിയായിട്ട് ഒരു വാക്ക് പോകുമ്പോഴാണ് അവനും പറയുന്നത് സാക്ഷി നീ എന്നോട് മുമ്പ് പറഞ്ഞിട്ടില്ലേ ആദ്യം നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന്, പക്ഷെ അതിന് മുമ്പൊക്കെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഞാൻ നിന്നോടത് പറഞ്ഞില്ല. എന്നിട്ട് അവനും പഴയതൊക്കെ എടുത്തു പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് സന്തോഷപ്പെടുന്നത്. അങ്ങനെ ഇവ രണ്ടുപേരും സെറ്റ് ആയതോടെ വീണ്ടും എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോഴാണ് സാക്ഷിയും ആദ്യത്തെ എപ്പിസോഡിൽ പോലെ അവള് ചേട്ടന്റെ റൂമിലേക്ക് ഫ്രൂട്ട്സ് എടുത്തോണ്ട് പോകും. അപ്പോഴാണ്
അപ്പോഴാണ് അവൾ ഡുവാനെ ആദ്യം കണ്ട സ്ഥലത്ത് വെച്ച് തന്നെ വീണ്ടും കാണുമ്പം അവൾക്ക് പഴയ മെമ്മറീസ് ഒക്കെ ഓർമ്മ വരും. അതിനുശേഷം അവൾ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ കിസ് ചെയ്യും. അങ്ങനെ അതോടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിഡൻ ലവ് ഡ്രാമ ഇവിടെ തീരുകയാണ്. ഈ ഡ്രാമയെ കുറിച്ച് ഓൺലൈനിൽ പറയുകയാണെങ്കിൽ ഒരു ക്യൂട്ടായ റൊമാൻറ്റിക് ഡ്രാമയാണ്. സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ഡ്രാമ ഇന്നലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഒരു പക്ഷേ അത് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. സോ ഇനി നമുക്ക് ആ പുതിയ ഡ്രാമയിൽ കാണാം.